ഡ്രൈവിംഗ് ലൈസൻസിന് 2 വർഷത്തെ പ്രൊബേഷണറി കാലയളവ് ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുകയാണ്. ഇതിനിടെ 6 അപകടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ 5 വർഷത്തേക്ക് പിന്നെ ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലൈസൻസ് എടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ലൈസൻസിന് 2 വർഷത്തെ പ്രൊബേഷൻ ഏർപ്പെടുത്തും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്താലും ഇവിടെ വീണ്ടും ഡ്രൈവിംഗ് പാഠവും പരിശോധിക്കും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലും കർശന നടപടികൾ ഉണ്ടാകും. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ 2 വർഷം പ്രൊബേഷൻ ആയിട്ട് പ്രഖ്യാപിക്കണം. സ്റ്റിക്കർ കൊടുക്കും, P1 എന്നൊരു സ്റ്റിക്കർ കൊടുക്കും. അതായത് പ്രൊബേഷൻ ലൈസൻസ് കിട്ടി ഒരു എൽ ബോർഡ് കൊടുക്കില്ലേ നമ്മൾ വണ്ടിക്കകത്ത്, അതുപോലെ P1 എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 1-ാം വർഷമായിട്ടുള്ളൂ 2-ാം വർഷം. ഈ 1-ാം വർഷത്തിനും 2-ാം വർഷത്തിനിടയിൽ 6 ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും. നാട്ടിൽ പോയി ലൈസൻസ് എടുക്കാൻ നമ്മൾ ഇവരല്ല, ഇന്ത്യയിൽ എവിടെ നിന്നും എടുക്കാം. പക്ഷെ കേരളത്തിലോട്ട് അഡ്രസ് ഇല്ലാത്ത അവിടുത്തെ അഡ്രസ് വെച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചാൽ ഡ്രൈവറെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. അതിനുള്ള അവകാശം നിയമത്തിൽ പറഞ്ഞിരുന്നു. തീരെ അങ്ങ് പറ്റിക്കരുതല്ലോ. ഈ പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെ എല്ലാവരും പാലക്കാടും തമിഴ്നാട്ടിൽ പോകും. ഇപ്പൊ എത്ര പേര് പാലക്കാടും തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്നത്? ചുണയാണ് എടുത്തോണ്ട് വന്നേ. എടുത്തോണ്ട് വരുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഒന്നുകൂടി ഓടിച്ച് കാണിച്ചാൽ മതി. RTO എടുത്ത് വരണം. അപ്പൊ MB എടുത്ത് പോയാൽ പോരാ, RTO എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചിട്ട് ലൈസൻസുമായിട്ട് നടക്കാം.